മലയാളികളുടെ പ്രിയ നടിയാണ് നവ്യ നായർ. തിരിച്ചുവരവിൽ സ്വീകാര്യത ലഭിച്ച ചുരുക്കം നടിമാരിൽ ഒരാളാണ് നവ്യ. 2000-ന്റെ തുടക്കവർഷങ്ങളിൽ മലയാളത്തിൽ തിരക്കേറിയ നടിയായിരുന്നു നവ്യ നായർ. സ്വാഭാവിക അഭിനയവും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നതും നവ്യയ്ക്ക് കരിയറിൽ തുണയായി എന്ന് തന്നെ പറയാം. നന്ദനം എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നവ്യയ്ക്ക് പിന്നീട് മികച്ച അവസരങ്ങളാണ് ലഭിച്ചതും. കല്യാണരാമൻ, പാണ്ടിപ്പട തുടങ്ങിയ സിനിമകളിൽ നവ്യയുടെ കരിയറിലെ വമ്പൻ ഹിറ്റുകളായി മാറി. കോമഡി രംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും ഒരേപോലെ മികവ് പുലർത്താൻ കഴിഞ്ഞ ചുരുക്കം നടിമാരിൽ ഒരാളാണ് നവ്യ. ഒരുത്തി എന്ന സിനിമയിലാണ് തിരിച്ചുവരവിൽ നവ്യയ്ക്ക് സ്വീകാര്യത നൽകിയത്. താരം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കുറേ വർഷങ്ങൾ കുടുംബിനിയായി മാത്രം കഴിയേണ്ടി വന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ആളാണ് ചെറുപ്പം മുതലേ കേട്ടതിനാൽ ആ കണ്ടീഷനിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഭർത്താവ് ചീത്ത പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. കരിയറിലെ കുറേ വർഷങ്ങൾ കുടുംബത്തിന് വേണ്ടി തനിക്ക് ത്യജിക്കേണ്ടി വന്നെന്നും നവ്യ പറയുന്നു. എന്നാൽ നവ്യയുടെ ഈ തുറന്നു പറച്ചതിന് പിന്നാലെ നവ്യയുടെ ഭർത്താവും രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ബോംബെയിലെ മലയാളി അസോസിയേഷനും മറ്റും എന്തുകൊണ്ട് നവ്യയെ അഭിനയിപ്പിക്കുന്നില്ല എന്നോട് ചോദിച്ചു. കറക്റ്റ് അവസരം വരുന്നില്ല എന്നാണ് ഞാൻ ആദ്യം അവരോട് മറുപടി നൽകിയത്. പിന്നീട് നല്ലൊരു സ്റ്റോറി വന്നു. എന്നോട് അവൾ കഥയും പറഞ്ഞു. കുറച്ച് കഥ ഞാനും കേട്ടു. വാവയെ നോക്കാൻ ആൻറ്റിയുണ്ട്, അതുകൊണ്ട് പ്രത്യേക കണ്ടീഷനൊന്നും ഞാൻ വച്ചില്ല. അവളില്ലാത്തപ്പോൾ വാവയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ അച്ഛന് വയ്യാതിരിക്കുകയാണ്. ലൈം ലൈറ്റിൽ നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എന്നും നവ്യയുടെ ഭർത്താവ് പറയുന്നു. കൂടാതെ അവൾ ഇപ്പോൾ പെർഫെക്റ്റാണ്. ആദ്യമൊക്കെ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ VIP-കളെയും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ധൈര്യമായി വീട്ടിലേക്ക് ക്ഷണിക്കാം. അവൾ ഭക്ഷണം ഉണ്ടാക്കും, അവൾ അത് മാനേജ് ചെയ്യും. നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോൻ മലയാള മനോരമ ന്യൂസിൽ ഒരു അഭിമുഖ പരിപാടിയിൽ പറഞ്ഞു. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.